ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറുമീൻ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ അത് നേരാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് കാട്ടി, വേഗം ചിറകും പാലും കളഞ്ഞു. എന്നിട്ട് 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ അതിൻ്റെ വേസ്റ്റ് കളഞ്ഞിട്ട് ഉപ്പിട്ട് നല്ലതുപോലെ നല്ല വെള്ളത്തിൽ കഴിയുമ്പോൾ നല്ല വൃത്തിയായി. അപ്പോൾ വിചാരിച്ചൊന്ന് തപ്പ് വെക്കാമെന്ന്. അപ്പോൾ തൊടിയിൽ മറ്റേ ഇതുണ്ട്, കുരുമുളകുണ്ട്, പച്ചക്കുരുമുളകുണ്ടല്ലോ. പച്ചക്കുരുമുളക് പൊട്ടിച്ചിട്ട് വന്നിട്ട് ചീനമുളകും ഉണ്ട്. അങ്ങനെ പച്ചക്കുരുമുളകും ചീനമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കരുവേപ്പിലയും ഉപ്പും പിന്നെ പെരുംജീരകവും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ചതച്ചരച്ചിട്ട് അത് ഞാൻ പരട്ടി വെച്ചു. അപ്പോൾ ചോറ് വെന്തടുപ്പത്ത് നല്ല തീക്കനലുണ്ടായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചൊന്ന് തപ്പ് വെക്കാമെന്ന്. അങ്ങനെ കറി വെക്കണ ഇതുണ്ടായിരുന്നു, ഉരുളി പോലത്തെ മൺപാത്രം. അതിലെന്ത് കാട്ടി, ഒരു ഇല പൊട്ടിച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ അടുക്കി വെച്ച്, എന്നിട്ട് അതിൻ്റെ മുകളിൽ പത്തിരിച്ചട്ടിയിലാണ് തീക്കനലിട്ടത്, ദമ്മിടുന്ന പോലെ. എന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളവും എണ്ണയൊക്കെ ഉടനെ തിളച്ച് വന്ന് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല തിളച്ച് ഇങ്ങനെ മറിഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് നല്ല പൊരിച്ച മീൻ പോലെ ആയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എന്നിട്ട് അങ്ങനെ പിന്നെ എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിനാനൊക്കെ. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ വൈകുന്നേരത്ത് മീൻ വരും. ഇന്നത്തെ പോലെയൊന്നും അല്ല, അന്ന് നല്ല മീൻ വരും. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് വരും, എൻ്റെ പപ്പ മേടിച്ചിട്ട് വരും. എന്നിട്ട് എൻ്റെ അമ്മ അത് നേരാക്കി അപ്പളെ നേരാക്കിയിട്ട് തപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ചോറിന്, ഞങ്ങൾ കുറേ മക്കളുടെ 5-8 മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ചോറിനാൻ വേണ്ടിയിട്ട് തപ്പ് വെച്ചിട്ട് തരും. അന്നൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് തപ്പ് വെച്ചിട്ട് മീൻ തപ്പ് വെക്കാമെന്ന്. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് ചോറ് വെന്തടുപ്പത്തല്ല, നല്ല തീക്കനലുണ്ടായിരുന്നു. അങ്ങനെ വെച്ചോക്കുമ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ചോറിലേക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചട്ടി ഉണ്ടെങ്കിൽ സുഖമാണ്, മൺപാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം. അതിൻ്റെ മുകളിൽ ചിലവർ കുക്കറിൽ ഉണ്ടാക്കും. ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയത്.